നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആൻസർ കീ അപ്ലോഡ് ചെയ്തില്ലായിരുന്നോ? 10th ലെവൽ LGS നിലവാരത്തിലുള്ള പരീക്ഷയുടെ അറ്റൻഡർ. അപ്പൊ അതിലെ 20 മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഒരുപാട് പേര് വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും 20 മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ് ആ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ക്ലാസ്സിലേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് മാത്സ് കൂടുതലായിട്ടും വർക്ക്ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ന് താഴെ ഒന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ടീച്ചറുടെ വയസ്സ് എത്രയാണ്? നമുക്ക് ഇക്വേഷൻ ഒന്നും വേണ്ട, ലോജിക്കലി ഒന്ന് ചെയ്യാം. നിങ്ങൾക്ക് ആകെ അറിയാവുന്ന കാര്യം എന്താണ്? ശരാശരി കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ശരാശരി അഥവാ ആവറേജ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ് ആവറേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. അപ്പൊ ഇവിടുന്ന് സം എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ മതി. സം എങ്ങനെയാ? സം അഥവാ തുക എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്യുക. ഓക്കെ, അപ്പോ ഇവിടെ ആദ്യത്തെ സെന്റൻസിൽ ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണെങ്കിൽ 40 കുട്ടികളുടെ ആകെ വയസ്സ്, അതായത് സം എങ്ങനെ കണ്ടുപിടിക്കും? സം കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞു ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ മതി. അപ്പൊ ആവറേജ് എത്രയാ തന്നിരിക്കുന്നത്? 11 അല്ലേ? അപ്പൊ 11 ഇൻറ്റു നമ്പർ എത്രയാ തന്നിരിക്കുന്നത്? 40 കുട്ടികളുടെ. അപ്പൊ 11 ഇൻറ്റു 40 സം എത്രയാണ്? 440. ഇത് കിട്ടിയല്ലോ. അപ്പൊ 40 കുട്ടികളുടെ ആകെ വയസ്സെന്ന് പറയുമ്പോൾ 440 ആണ്. ഇനി ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി എത്ര ആയി എന്ന് പറഞ്ഞു? 12 ആയി എന്ന് പറഞ്ഞു. അപ്പൊ പുതിയ ശരാശരി, പുതിയ ആവറേജ് എത്രയാണ്? 12. പുതിയ നമ്പർ എത്രയാ? ടീച്ചറെയും കൂടി ചേർത്തു. അപ്പൊ 40 ഉണ്ടായിരുന്നു, ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ 41 ആയല്ലോ. അപ്പൊ പുതിയ നമ്പർ എത്രയാ? 41. അപ്പൊ 41 പേരുടെ ആകെ പ്രായം, അതായത് സം എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് 12, നമ്പർ 41. അപ്പൊ 41 ഇൻറ്റു 12. അപ്പൊ സം എത്രയെന്ന് കിട്ടി? 492. അപ്പൊ മനസ്സിലാക്കുക, ആദ്യം കണ്ടുപിടിച്ചത് 40 കുട്ടികളുടെ വയസ്സിന്റെ തുക, രണ്ടാമത് കണ്ടുപിടിച്ചത് ടീച്ചറെയും കൂടി ചേർത്തപ്പോഴുള്ള വയസ്സിന്റെ തുക. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ടീച്ചറുടെ വയസ്സ് കിട്ടത്തില്ലേ? കാരണം ഇതിന്റെ കൂടെ എത്രയോ കൂട്ടിയപ്പോൾ, അതായത് ടീച്ചറിന്റെ പ്രായം കൂട്ടിയപ്പോഴാണ് ടീച്ചറെയും കൂടി ചേർത്തുള്ള സം കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? 440 പ്ലസ് എക്സ് ടീച്ചറുടെ പ്രായം ചേർത്തപ്പോഴാണ് ടീച്ചറുടെ പ്രായം കൂടെ ചേർത്ത സം കിട്ടിയത്. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 492 മൈനസ് 440 ചെയ്താൽ പോരെ? എത്രയാണ്? 52. അപ്പൊ ഇക്വേഷന്റെ ഒന്നും ആവശ്യമില്ല, ലോജിക്കലി നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. 52 വയസ്സാണ് ടീച്ചറുടെ പ്രായം. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ, നിങ്ങൾ ആകെ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ശരാശരി ഈക്വൽ ടു സം ബൈ നമ്പർ. അപ്പൊ സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പർ. 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണെങ്കിൽ ആ 40 കുട്ടികളുടെ വയസ്സുകളുടെ തുക എത്രയായിരിക്കും? 11 ഇൻറ്റു 40, 440. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി 12 ആയി എന്ന് പറഞ്ഞാൽ പുതിയ ശരാശരി 12, പുതിയ നമ്പർ എത്രയാണ്? 41. അപ്പൊ ടീച്ചറെയും കൂടി ചേർത്തപ്പോഴുള്ള സം കണ്ടുപിടിക്കുക. ഇതിന്റെ രണ്ടിനെയും കൂടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ടീച്ചറുടെ പ്രായം അവിടെ കിട്ടും. സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ എസ് എന്ന് പറയൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 5.25 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിൽ ആക്കണം. എത്ര കുപ്പി വേണം? ആകെ വെള്ളം എത്രയാണ്? 5.25 ലിറ്റർ ആണ് ആകെ വെള്ളം. 5.25 ലിറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 and 1/4 എങ്ങനെ എഴുതാം? 5 into 4 plus 1, that is 21/4 എന്ന് എഴുതാമല്ലോ. 21/4 എന്ന് എഴുതാം. ഒരു കുപ്പിയുടെ അളവ് എത്രയാണ്? 3/4 ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ എത്ര കുപ്പിയിലാക്കണം? 21/4 ലിറ്റർ 3/4 അളവുകളുള്ള എത്ര കുപ്പിയിലാക്കണം എന്ന് ചോദിച്ചാൽ 21/4 ഡിവൈഡഡ് ബൈ 3/4 ചെയ്താൽ മതി. ഇവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ഹോൾ നമ്പർ ആണെങ്കിൽ ഓർത്തങ്ങ് ചെയ്യാമല്ലോ. 21/4 ആണ് ആകെ ഒരു കുപ്പിയുടെ അളവ് 3/4. അപ്പൊ ടോട്ടൽ എത്ര കുപ്പി വേണം എന്ന് ചോദിച്ചാൽ 21/4 ഡിവൈഡ് ബൈ 3/4. അപ്പോ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റെസിപ്രോക്കൽ 3/4ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 4/3 അല്ലേ? അപ്പൊ 4ഉം 4ഉം ക്യാൻസൽ ആയി പോയി. ഇവിടെ
7 വരും. ഓക്കെ, 7 കുപ്പികളാണ് വേണ്ടത്, 7 കുപ്പികൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആകെ വെള്ളം 5.25 ലിറ്റർ, ദാറ്റ് ഈസ് 21/4. ഒരു കുപ്പിയിൽ 3/4 ലിറ്റർ കൊള്ളുമെങ്കിൽ ആകെ എത്ര കുപ്പി വേണം? 21/4 ഡിവൈഡ് ബൈ 3/4. സിമ്പിൾ ചോദ്യം, 7. ഓക്കെ, സെറ്റ് ആണല്ലോ. 1 മുതലുള്ള എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 2601? ഇവിടെ ഉത്തരം 51. PSC പ്രൊവിഷണൽ ആൻസർ കീയിൽ 26 എന്നാണ് കൊടുത്തിരിക്കുന്നത്. മിസ്റ്റേക്ക് ആണ്. ഉത്തരം 51 ആണ്. നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. 1 മുതലുള്ള എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 2601? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ. ആദ്യത്തെ n ഒറ്റ സംഖ്യ, ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്കും 1 മുതൽ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ആദ്യത്തെ n ഒറ്റ സംഖ്യ. അപ്പൊ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ n സ്ക്വയർ അല്ലേ? ആ തുകയല്ലേ ഇവിടെ 2601 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ n ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോയെ. സ്ക്വയർ റൂട്ട് ഓഫ് 2601 എത്രയാണ്? 51. അതെങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് 2500 എന്ന് പറയുമ്പോൾ 50 ആണ്. അപ്പൊ അതിനടുത്തുള്ള സംഖ്യ ആയിരിക്കുമല്ലോ എന്തായാലും. 51 ആണ് ഉത്തരം. അപ്പൊ ഒരിക്കലും 26 ഒന്നും വരത്തില്ല. 51ന്റെ സ്ക്വയർ ആണ് 2601. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ. ഈ തുക, ആ n സ്ക്വയർ ആണ് ഇവിടെ 2601 തന്നിരിക്കുന്നത്. അപ്പൊ n ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എളുപ്പമുള്ള ചോദ്യം. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 125 മീറ്റർ നീളമുള്ള ഒരു വണ്ടി 175 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന തീവണ്ടിയാണ്. അപ്പോ വേഗത അഥവാ സ്പീഡ് എന്ന് പറയുമ്പോൾ 90 കിലോമീറ്റർ പെർ അവർ. ഇവിടെ മീറ്ററിലാണ് നീളം തന്നിരിക്കുന്നത്, അതുപോലെ ടൈം സെക്കൻഡിലുമാണ്. അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര വരും? 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. 25 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് പഠിച്ചു വെക്കണേ. അതായത് ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി. ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. നമുക്കിവിടെ ടൈം അല്ലേ ചോദിച്ചേക്കുന്നത്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 125 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി, 175 മീറ്റർ നീളമുള്ള പാലം. അപ്പൊ പാലത്തിന്റെ അളവും കൂട്ടണം, പാലത്തിന്റെ ലെങ്തും കൂട്ടണം, തീവണ്ടിയുടെ ലെങ്തും കൂട്ടണം. അതായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 175 പ്ലസ് 125 എത്ര വരും? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. 300 മീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാ? 25. അപ്പൊ 300/25 12 സെക്കൻഡ് ആയിരിക്കും ആ പാലം കടക്കാൻ എടുക്കുന്നത്. എത്രയാണ്? 12 സെക്കൻഡ്. എളുപ്പമുള്ള ചോദ്യമല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, 3600ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 3600ന്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ 3600നെ നമുക്ക് ആദ്യം പ്രൈം ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. നോക്കാം, 3600നെ എങ്ങനെ എഴുതാം? 36 × 100 എന്ന് എഴുതിക്കൂടെ? 36 × 100 എന്ന് എഴുതാം. 36നെ 6 സ്ക്വയർ എന്ന് എഴുതാലോ. 100നെ 10 സ്ക്വയർ എന്ന് എഴുതാലോ. ഓക്കെ, ഇനി ഈ 6നെ ഞാൻ 3 × 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. സെറ്റ് അല്ലേ? ഇവിടെ അതുപോലെ 10നെ 2 × 5 ദ ഹോൾ സ്ക്വയർ. 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 5 ദ ഹോൾ സ്ക്വയർ. ഇനി ഈ സ്ക്വയർ എല്ലാത്തിനും കൊടുക്കാൻ പോവാണേ. 3 × 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ × 2 സ്ക്വയർ. ഇവിടെ അതുപോലെ 2 സ്ക്വയർ × 5 സ്ക്വയർ. അപ്പൊ ഇവിടെ 2 രണ്ടിടത്ത് കോമൺ ആയിട്ടില്ലേ? 2 സ്ക്വയർ × 2 സ്ക്വയർ. അപ്പൊ a⁻m × a⁻n is equal to a⁻m plus n ആണെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ 2⁻2 × 2⁻2 എന്ന് പറയുമ്പോൾ 2⁻2 + 2 that is 2⁻4. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 3 സ്ക്വയർ × 2⁻4 × 5 സ്ക്വയർ എന്ന് വരും. ഇനി ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ പവേഴ്സ് ഉണ്ടല്ലോ, ഈ ഓരോ പവേഴ്സ് ഇങ്ങനെ എടുക്കുക. പവേഴ്സ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. ശ്രദ്ധിക്കണേ, ഓരോ പവേഴ്സ് എടുത്ത ശേഷം ഈ ഓരോ പവേഴ്സിന്റെ കൂടെ 1 കൂട്ടണം. ഓരോ പവേഴ്സിന്റെ കൂടെ എന്ത് കൂട്ടണം? 1 കൂട്ടിയതിനു ശേഷം അതെല്ലാം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നോക്കാം. 2 + 1 3 × 4 + 1 5 × 2 + 1 3. അപ്പോ 3 × 5 15, 15 × 3 എത്രയാണ്? 45 എന്ന് വരും. അപ്പൊ 45 ആണ് ഉത്തരം. ഇങ്ങനെയാണ് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഘടകങ്ങളുടെ എണ്ണം 45. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം.
3600 ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3600 36 × 100 എന്ന് എഴുതി, 36 6² × 10² എന്ന് എഴുതി, 36 6² എന്നും 100 10² എന്നും എഴുതി, 6 3 × 2 എന്ന് എഴുതി, 3 × 2 the whole square, 2 2 × 5 the whole square, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതായത് ഹോൾ സ്ക്വയർ എല്ലാത്തിനും കൊടുത്തു. എന്നിട്ട് 2² × 2² എങ്ങനെ എഴുതി, 2⁴ എന്ന് എഴുതി. അപ്പൊ നമുക്ക് 3² × 2⁴ × 5² എന്ന് കിട്ടും. എന്നിട്ട് ഈ പവേഴ്സ് ഉണ്ടല്ലോ, ഈ പവേഴ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ എന്ത് കൂട്ടുക, 1 കൂട്ടിയതിനു ശേഷം എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഘടകങ്ങളുടെ എണ്ണം കിട്ടും. ഇത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിന്റെ പരപ്പളവ് 3.25 ചതുരശ്ര മീറ്റർ ആണ്. ചതുരത്തിന്റെ നീളം 2.5 മീറ്റർ ആയാൽ വീതി എത്ര? പരപ്പളവ് എന്നാൽ ഏരിയയാണ്, ചതുരം എന്നാൽ എന്താണ്, റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ നമുക്ക് ഏരിയ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, 3.25 എന്ന് തന്നിട്ടുണ്ട്. നീളം ലെങ്ത് തന്നിട്ടുണ്ട് 2.5 ഇൻറ്റു ബ്രെഡ്ത്ത്. വീതിയല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും, 3.25 ഡിവൈഡഡ് ബൈ 2.5 ചെയ്താൽ മതി. 3.25 ഡിവൈഡ് ബൈ 2.5 ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ ഒരു പോയിന്റ് ആണ്, അപ്പോ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 10 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ 32.5 എന്നും താഴെ 25 എന്നും വരും. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും 1.3 മീറ്റർ എന്നാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1.3 മീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 7 3 2 x എന്നീ അക്കങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു 4 അക്ക സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ എക്സിന്റെ വില എന്താണ്? എക്സിന്റെ വില. അപ്പോ ഒരു സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ, അത് നമ്മള് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റിയില് 9 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി റൂൾ എന്താ പഠിച്ചു വെച്ചേക്കുന്നത്, ഒരു സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഇവിടെ 7 3 2 x എന്നീ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന 4 അക്ക സംഖ്യ, അതായത് 7 3 2 x എന്നീ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന 4 അക്ക സംഖ്യയല്ലേ. അപ്പൊ അതിന്റെ അക്കങ്ങളുടെ തുക എന്തായിരിക്കും, 9ന്റെ ഗുണിതമായിരിക്കണം. അപ്പൊ ഇവിടെ 12 + x എന്ന് വരും. അപ്പോ 12 + x അതായത് 12ന്റെ കൂടെ എന്തോ കൂട്ടിയ സംഖ്യ, അത് എന്തായിരിക്കണം, 9ന്റെ ഗുണിതമായിരിക്കണം. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 9ന്റെ ഗുണിതമായിരിക്കണം. അപ്പൊ 12ന് ശേഷമുള്ള 9ന്റെ ഗുണിതം എത്രയാണ്, 12 9ന്റെ ഗുണിതം അല്ലല്ലോ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 0 1 2 3 4 അങ്ങനെ ഇട്ട് നോക്കണം. അപ്പൊ 12 എന്തായാലും 9ന്റെ ഗുണിതമല്ല. 13 അതായത് 12ന്റെ കൂടെ എക്സിന്റെ വാല്യൂ 1 ആയിട്ട് കണക്കാക്കി 1 കൂട്ടുമ്പോൾ 13 വരും, 9ന്റെ ഗുണിതമല്ല. ഇനി എക്സ് 2 ആയിട്ട് കണക്കാക്കി 14 9ന്റെ ഗുണിതമല്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 9ന്റെ ഗുണിതം വരുന്നത് 18 അല്ലേ. അടുത്ത 18 ആണ്. അതായത് 12ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ, 6 ആഡ് ചെയ്യുമ്പോഴാണ് 9ന്റെ ഗുണിതം വരുന്നത്. അപ്പോ ഈ എക്സിന്റെ വാല്യൂ എന്താ, 6. 12ന്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 18 എന്ന് വരും. ഈ 18 എന്ന് പറയുന്ന 9ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ എന്താണ്, 6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കണം. അതാണ് ഡിവിസിബിലിറ്റി റൂൾ ഫോർ 9. ഓക്കെ, അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ തുക 30ഉം ഏറ്റവും ചെറിയ പൊതുഗുണിതം 36ഉം ഏറ്റവും വലിയ പൊതുഘടകം 6ഉമാണ്. അവയുടെ ഉൽക്രമങ്ങളുടെ തുക എത്ര? ചോദ്യം മനസ്സിലായോ? 2 സംഖ്യകളുടെ തുക 30 എന്ന് തന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് വെച്ചാൽ LCM ആണ്. LCM ആണ് 36 എന്ന് തന്നിരിക്കുന്നത്. LCM ആണ് എത്രയും തന്നിരിക്കുന്നത്, 36 എന്ന് തന്നിരിക്കുന്നത്. HCF ഏറ്റവും വലിയ പൊതുഘടകം HCF 6 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു LCM into HCF ആണെന്ന് പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ 2 നമ്പറിനെ A എന്നും B എന്നും വിളിച്ചാൽ A into B is equal to LCM എത്രയാ ഇവിടെ, 36. HCF എത്രയാണ്, 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് A into B is equal to 36 into 6 216 എന്ന് വരും. നമ്മളോട് ചോദ്യം അതല്ല, ഉൽക്രമങ്ങളുടെ തുക. ഉൽക്രമം എയുടെ ഉൽക്രമം റെസിപ്രോക്കൽ 1/A, ബിയുടേത് 1/B. അതിന്റെ തുകയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ തുക 1/A + 1/B എന്ന് പറയുമ്പം A + B ഡിവൈഡഡ് ബൈ AB അല്ലേ. അപ്പൊ A + B നമുക്കറിയാം. സംഖ്യകളുടെ തുക എത്രയും തന്നിരിക്കുന്നത് 30 എന്ന് തന്നിട്ടുണ്ട്.
എ ബി നമുക്കിപ്പോ അറിയാം എത്രയാണ് 216. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 216 ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് ചെയ്യുമ്പോൾ 5/36 എന്ന് വരും. 5/36 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ ഇവിടെ അറിയേണ്ട ഒറ്റൊരു ഇക്വേഷൻ ഇതാണ്, പ്രോഡക്റ്റ് ഓഫ് 2 numbers ഈക്വൽ ടു LCM ഇൻറ്റു HCF. അത് വെച്ചിട്ട് എ ബി കണ്ടുപിടിക്കുക. ഉൽക്രമങ്ങളുടെ തുക 1/a + 1/b എന്ന് പറയുന്നത് a + b ഡിവൈഡ് ബൈ ab. a + b തുക തന്നിട്ടുണ്ട്, എ ബി നമ്മളിപ്പോ കണ്ടുപിടിച്ചു. അപ്പൊ തുക ഡിവൈഡഡ് ബൈ എ ബി, അതായത് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു അങ്ങനെ എക്സെട്ര ഇൻറ്റു 10. അതാണ്. അതായത് ഇതിന്റെ അർത്ഥം എന്താ? 10ന്റെ ഫാക്ടോറിയൽ എന്നല്ലേ. ഓക്കെ, അതോടെ നിൽക്കട്ടെ. 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ ഗുണനഫലത്തിന്റെ അവസാനത്തെ എത്ര അക്കങ്ങൾ 0 ആയിരിക്കും? അപ്പൊ 10ന്റെ ഫാക്ടോറിയൽ എടുക്കുമ്പോൾ ഒരു തുകയുണ്ടല്ലോ, അതായത് ഒരു നമ്പർ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ എത്ര അക്കങ്ങൾ, അവസാനത്തെ എത്ര അക്കങ്ങൾ 0 ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 10ന്റെ ഫാക്ടോറിയലിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ട് എന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 0 കിട്ടാൻ ചാൻസ് ഉള്ളത് 2 ഇൻറ്റു 5 ചെയ്യുമ്പം അത് 10 എന്ന് വരും. അവിടെ ഒരു 0 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു 10ന്റെ 0യും ഉണ്ട്, കൂടാതെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു 0യും കൂടെ വരും. അപ്പോൾ അതായത് 2 0 ഉത്തരം. 2 0. അവസാനത്തെ എത്ര അക്കങ്ങൾ 0 ആയിരിക്കും? 2 ആണ്. ഇപ്പൊ 10ന്റെ ഫാക്ടോറിയലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3, 6, 2, 8, 8, 0, 0 എന്നാണ്. അപ്പൊ 2 0 അവസാനത്തെ 2 അക്കങ്ങളിൽ വരുന്നത്. അടുത്ത ചോദ്യം. 5000 രൂപ വില മാർക്ക് ചെയ്ത് ഒരു ഗ്യാസ് സ്റ്റൗ 10% ഡിസ്കൗണ്ടിൽ വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങിയിട്ടുണ്ടായിരിക്കുക? അപ്പൊ മാർക്ക് ചെയ്ത വില എത്രയാണ്? 5000 രൂപയാണ്. മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? മാർക്ക് ചെയ്ത വില എത്രയാണ്? 5000 രൂപയാണ്. ഡിസ്കൗണ്ട് 10%. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? ഈ 5000 മൈനസ് അതിന്റെ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, 5000ന്റെ 10%, അതായത് 5000ന്റെ 10% 500. 5000 മൈനസ് 500, 4500 രൂപയ്ക്കാണ് സാധനം വിൽക്കുന്നത്. 4500 രൂപയ്ക്കാണ് സാധനം വിൽക്കുന്നത്. 20% ലാഭം കിട്ടിയെങ്കിൽ, അപ്പോ ലാഭം എത്രയാണ്? 20%. 20% ലാഭം കിട്ടിയെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങിയിട്ടുണ്ടായിരിക്കുക? നമുക്ക് കോസ്റ്റ് പ്രൈസ് എക്സ് എന്ന് എടുക്കാമേ. 20% ലാഭം കിട്ടി എന്നല്ലേ പറഞ്ഞത്. അപ്പോ വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് ലാഭമാണല്ലോ. കോസ്റ്റ് പ്രൈസ് പ്ലസ് ലാഭമാണ് വിറ്റ വില എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഞാൻ എക്സ് എന്ന് എടുത്തു, സെല്ലിംഗ് പ്രൈസ് 4500 നമ്മളിപ്പോ കണ്ടുപിടിച്ചു. ലാഭം എന്ന് പറയുമ്പോൾ എക്സിന്റെ കൂടെ എത്രയായിരിക്കും? 20/100, അതായത് 20% കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ലാഭം. എക്സ് ഇൻറ്റു 20/100, ദാറ്റ് ഈസ് എക്സ് പ്ലസ് എക്സ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 5x പ്ലസ് എക്സ് ബൈ 5, that is 6x/5. അപ്പൊ 4500 is equal to 6x/5 എന്ന് കിട്ടും. അപ്പൊ 6x എന്ന് പറയുമ്പോഴത്തേക്കും 4500 ഇൻറ്റു 5. അപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 4500 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ദാറ്റ് ഈസ് 3750 രൂപ. 3750 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഒന്നുകൂടെ പറയാം. മാർക്ക് ചെയ്ത വില, മാർക്ക്ഡ് പ്രൈസ് 5000 ആണ്. 10% ഡിസ്കൗണ്ടിലാണ് വിറ്റത്. അപ്പൊ സെല്ല് ചെയ്ത പ്രൈസ് 4500. 20% ലാഭം കിട്ടി, അതായത് വാങ്ങിയ വിലയേക്കാൾ 20% കൂടുതൽ ലാഭം കിട്ടി. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് ലാഭമാണ്. കോസ്റ്റ് പ്രൈസ് എക്സ് എന്ന് എടുത്താൽ ലാഭം എക്സ് ഇൻറ്റു 20/100 ആയിരിക്കും. അതാണ് സെല്ലിംഗ് പ്രൈസ് 4500. അവിടുന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സ് ആണ് എന്തെന്ന് നമ്മൾ അസ്യൂം ചെയ്തത്? കോസ്റ്റ് പ്രൈസ് എന്ന് അസ്യൂം ചെയ്തത്. വാങ്ങിയ വില 3750 ആണ്. അപ്പൊ 3750 രൂപയ്ക്ക് വാങ്ങിയ സാധനം 4500 രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അടുത്ത ചോദ്യം. ബോർഡ് മാസ് ആണ്. 15 മൈനസ് 4 പ്ലസ് 8 ഇൻറ്റു 3 പ്ലസ് 5. ബോർഡ് മാസിൽ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഡിവിഷനും ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഈ ഭാഗത്തല്ലേ വരുന്നത്? 8 ഇൻറ്റു 3, ദാറ്റ് ഈസ് 24. ബാക്കിയെല്ലാം അതുപോലെ എഴുതി. 15 മൈനസ് 4 പ്ലസ് 24 പ്ലസ് 5. ഇനി അഡീഷനും സബ്ട്രാക്ഷനും ഏത് രീതി ചെയ്താലും കുഴപ്പമില്ല, നേരെ അങ്ങ് ചെയ്താൽ മതി. 15 മൈനസ് 4 11, 11 പ്ലസ് 25 35, 35 പ്ലസ് 5 40. 40 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. ഓക്കെ. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. 1 1 2 3 5 8 13. ഇതിനെ ഫിബനോക്കി സീക്വൻസ് എന്നാണ് പറയുന്നത്. ഫിബനോക്കി സീക്വൻസ് ആണ്, അല്ലെങ്കിൽ ഫിബനോക്കി സീരീസ് ആണ്. അതായത്
തൊട്ടു മുന്നിലുള്ള സംഖ്യകൾ കൂട്ടുമ്പോഴാണ് അടുത്തത് കിട്ടുന്നത്. 1 + 1 കൂട്ടിയപ്പം 2 കിട്ടി. 2 + 1 3 കിട്ടി. 2 + 3 5 കിട്ടി. 3 + 5 8 കിട്ടി. 5 + 8 13 കിട്ടി. അടുത്ത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 8 + 13 ചെയ്താൽ മതി. എത്രയാണ്? 21. ഇത് ഫിബനോക്കി സീരീസ് ആണേ. തൊട്ടടുത്ത സംഖ്യ, അതായത് തൊട്ട് മുൻപുള്ള രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുന്നത്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്ത സംഖ്യ കണ്ടെത്തുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ നോക്കിക്കേ. 1225, 2025, 3025, 5225, 7225, 9025. ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം 25-ലല്ലേ അവസാനിക്കുന്നത്? 25-ലാണ് എല്ലാ സംഖ്യയും അവസാനിക്കുന്നത്. അതായത് ഇവ പൂർണ്ണവർഗങ്ങളാണോ എന്ന് നമുക്ക് നോക്കിയാലോ. 5-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണാൻ എന്ത് ചെയ്യണം? എളുപ്പത്തില് പഠിച്ചിട്ടുണ്ടോ? 5-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണാൻ ആദ്യത്തെ സംഖ്യയെ അതിനടുത്ത സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. 1225 ഇതെന്ന് പറയുന്നത് 35ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 35ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ആദ്യത്തെ സംഖ്യയെ അതിന് തൊട്ടടുത്തുള്ള നമ്പർ, അത് 3 കഴിഞ്ഞിട്ടുള്ള സംഖ്യ എന്ന് പറയുമ്പോഴത്തേക്കും 4 അതുകൊണ്ട് ഗുണിക്കുക, 12 എന്ന് വരും. എന്നിട്ട് 25 കൂടെ കൊടുത്താൽ മതി. ഇനി 45ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ സംഖ്യ 4, 4ന്റെ അടുത്ത സംഖ്യ 4 കഴിഞ്ഞിട്ടുള്ള സംഖ്യ അല്ല, 4ന്റെ അടുത്ത് കിടക്കുന്ന സംഖ്യ എന്നല്ല, 4 കഴിഞ്ഞിട്ടുള്ള സംഖ്യ 5. അപ്പൊ 20ന്റെ കൂടെ 25 എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇത് 35ന്റെ സ്ക്വയർ ആണ്, ഇത് 45ന്റെ സ്ക്വയർ ആണ്. അടുത്ത 55ന്റെ സ്ക്വയർ നോക്കിക്കേ. 55ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 55ന്റെ സ്ക്വയർ 5 × 6 30, 30 25 ആണല്ലോ. 65ന്റെ സ്ക്വയർ വരണ്ടേ? 65ന്റെ സ്ക്വയർ എത്രയാണ്? 6 × 7, 42 25 അല്ലേ വരേണ്ടത്? 42 25 ആണോ ഇവിടെ വന്നേക്കുന്നത്? 52 25. അപ്പൊ അതാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത തന്നിരിക്കുന്നത് 7225, അത് 85ന്റെ സ്ക്വയർ ആണ്. അടുത്ത ഇത് 95ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? പൂർണ്ണവർഗങ്ങളാണ് എക്സെപ്റ്റ് 5225. അപ്പൊ കൂട്ടത്തിൽ ചേരാത്തത് ഏതാ? 5225. ബാക്കിയെല്ലാം പൂർണ്ണവർഗങ്ങളാണ്. അടുത്ത ചോദ്യം, മനു ഒരു ക്യൂയിൽ മുന്നിൽ നിന്നും 10ാമത് പിന്നിൽ നിന്നും 12ാമതാണ്. ക്യൂയിൽ ആകെ എത്ര പേരുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കും? ആകെ എണ്ണം ഞാൻ എന്ന് വിളിച്ചു. n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നുള്ള സ്ഥാനം പ്ലസ് പിന്നിൽ നിന്നുള്ള സ്ഥാനം -1 ചെയ്താൽ മതി. മുന്നിൽ നിന്ന് 10ാമത്, പിന്നിൽ നിന്ന് 12ാമത് -1. ദാറ്റ് ഈസ് 22 - 1 21. അപ്പൊ ക്യൂയിൽ ആകെ 21 ആൾക്കാരാണ് ഉള്ളത്. ജോബിക്ക് 15 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ നടക്കാൻ സാധിക്കുമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കാൻ പറ്റും? 15 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ നടക്കാം. 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് അല്ലേ? 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്. അപ്പൊ 60 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം നടക്കാം എന്നല്ലേ ചോദിച്ചേക്കുന്നത്. 15 × 4 അല്ലേ 60. അപ്പൊ ഇവിടെ 1 × 4 ചെയ്താൽ മതി. 4 കിലോമീറ്റർ ആണ് നടക്കാൻ പറ്റുന്നത്. 4 കിലോമീറ്റർ അത്രേ ഉള്ളൂ, എളുപ്പം. 15 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ, അങ്ങനെയെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 15 നിന്ന് 60ലേക്ക് എത്താൻ × 4. അപ്പൊ 1 നിന്ന് × 4 ചെയ്താൽ 4ലേക്ക് എത്തും. ഓക്കെ, അപ്പൊ 4 കിലോമീറ്റർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, APU, BRV, CTW, DVX ഈ ശ്രേണിയിൽ വരുന്ന അടുത്ത ക്രമം എന്താണ്? ഓരോ അക്ഷരങ്ങളുടെയും പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേത് A, B, C, D, അടുത്തത് E ആണ് വരേണ്ടത്. രണ്ടാമത്തെ അക്ഷരം നോക്കിയാൽ P, R, T, V. അതായത് ഇവിടെ ഓരോ അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്ഥാനത്ത് നിന്ന് 2 വെച്ച് കൂട്ടുന്നതാണ്. P + 2 ആണ് R, R + 2 ആണ് T, T + 2 ആണ് V. അപ്പൊ വിക്ക് ശേഷം രണ്ടാമത്തെ അക്ഷരം B + 2 എന്ന് പറയുമ്പോൾ X ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ X വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ CO, BO, CO ആണ് ഉത്തരം. ഇനി മൂന്നാമത്തെ അക്ഷരം നോക്കുമ്പോൾ UVWX, അത് ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. UVWX Y. ഓക്കെ, അപ്പൊ Y വരുന്ന ഏതാണ്? ഓപ്ഷൻ B ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 2, 6, 12, 20, 30 അടുത്ത ഏതാണ്? സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പരിശോധിച്ചാൽ ഇവിടെ വ്യത്യാസം എത്രയാ? 4. ഇവിടെ വ്യത്യാസം എത്രയാണ്? 6. ഇവിടെ വ്യത്യാസം എത്രയാ? 8. ഇവിടെ വ്യത്യാസം 10. അപ്പൊ അടുത്ത വ്യത്യാസം എത്രയായിരിക്കും? 12 ആയിരിക്കത്തില്ലേ? 4, 6, 8, 10 അത് 12 ആയിരിക്കും വ്യത്യാസം. അപ്പൊ 30 + 12 ചെയ്താൽ മതി 42 ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുകയാകാൻ സാധ്യതയുള്ള സംഖ്യ ഏത്? തുടർച്ചയായ 4 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യ X എന്നെടുത്താൽ തുടർച്ചയായ നമ്പർ ആവുമ്പോൾ X + 1, X + 2, X + 3 എന്ന് വരും 4 സംഖ്യ. ഓക്കെ,
ഇതിന്റെ തുകയാകാൻ സാധ്യതയുള്ള സംഖ്യ ഏതാണെന്ന് ചോദിച്ചത്. ഇതിന്റെ തുക എടുക്കുമ്പോൾ x പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 4x പ്ലസ് 6 എന്ന് വരും. ഇനി ഓപ്ഷനിൽ ഇട്ടൊന്ന് ചെക്ക് ചെയ്യാമേ. 4x പ്ലസ് 6 ഈ തന്നിരിക്കുന്നതൊക്കെ എന്താണ്, തുകയാണ്. അപ്പോൾ 4x പ്ലസ് 6 ഈക്വൽ ടു 36 വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടുന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോന്നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണേ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. അതൊന്ന് ചെക്ക് ചെയ്യാം. 4x പ്ലസ് 6 ഈക്വൽ ടു തുക 46. അപ്പോൾ 4x എന്ന് പറയുമ്പോൾ 46 മൈനസ് 6 ദാറ്റ് ഈസ് 40. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പൊ അടുത്തടുത്ത സംഖ്യകൾ ഏതൊക്കെയാണ്? 10, 11, 12, 13. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 46 ആണ് വരുന്നത്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 46. അതായത് തുക, അടുത്തടുത്ത സംഖ്യകളുടെ തുകയാകാൻ ചാൻസ് ഉള്ള നമ്പർ 46 തന്നെയാണ്. വേറെ ഒന്നും ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ അടുത്തടുത്ത നമ്പേഴ്സിന്റെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനേക്കാൾ 3 കുറവാണ്. 12 വർഷങ്ങൾക്ക് ശേഷം അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകും എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അപ്പൊ നമുക്ക് മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്നെടുത്താൽ അച്ഛന്റെ വയസ്സ് എത്രയാണെന്ന് തന്നേക്കുന്നത്. ആദ്യത്തെ സെന്റൻസ് നോക്കിക്കേ. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനേക്കാൾ 3 കുറവാണ്. അപ്പൊ ഫാദറിന്റെ വയസ്സ് 3x മൈനസ് 3. ഇനി 12 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സ് പ്ലസ് 12 ആകും, അച്ഛന്റെ വയസ്സ് പ്ലസ് 12. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 3x പ്ലസ് 9 എന്ന് വരും. മകന്റെ വയസ്സ് x പ്ലസ് 12ഉം അച്ഛന്റെ വയസ്സ് 12 വർഷങ്ങൾക്ക് ശേഷം 3x പ്ലസ് 12. അപ്പൊ 12 വർഷങ്ങൾക്ക് ശേഷം അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത് മകന്റെ വയസ്സിന്റെ ഇരട്ടി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. മകന്റെ വയസ്സ് x പ്ലസ് 12 ആണ്, അതിന്റെ ഇരട്ടി 2. ഓക്കെ, 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3x പ്ലസ് 9 ഈക്വൽ ടു 2x പ്ലസ് 24, 2x പ്ലസ് 24 എന്ന് വരും. ഓക്കെ, 2x പ്ലസ് 24 എന്ന് വരും. അപ്പോൾ ഈ 2x കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന 3x മൈനസ് 2x ദാറ്റ് ഈസ് x ഈക്വൽ ടു 24 മൈനസ് 9 ദാറ്റ് ഈസ് 15 എന്ന് വരും. 15. അപ്പൊ എക്സിന്റെ വാല്യൂ 15. അതായത് മകന്റെ ഇപ്പോഴത്തെ വയസ്സല്ലേ നമ്മൾ എക്സ് നിർത്തി വെച്ചേക്കുന്നത്. അപ്പൊ എക്സ് എത്രയാണ്? 15 ആണ്. അടുത്ത ചോദ്യം. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 45 ആയാൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഞാൻ ഇക്വേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പോവാണേ. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 45 ആയാൽ ശരാശരി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ശരാശരി ആവറേജ് സം ബൈ നമ്പർ അല്ലേ. അപ്പൊ തുക 45, 3 ഒറ്റ സംഖ്യ. അപ്പൊ ശരാശരി എത്രയെന്ന് വരും? 15 എന്ന് വരും. അപ്പൊ 3 ഒറ്റ സംഖ്യ ആവുമ്പോ ഇപ്പോ എക്സ് y z 3 ഒറ്റ സംഖ്യ ആവുമ്പോൾ അതിന്റെ ശരാശരി 15 എന്നാൽ നടുക്കിലത്തെ സംഖ്യ 15 എന്നല്ലേ മീനിങ്. അപ്പൊ ഇപ്പുറത്തെ സംഖ്യ ഏതായിരിക്കും? ഒറ്റ സംഖ്യയല്ലേ 13. അപ്പുറത്തെ സംഖ്യ എത്രയായിരിക്കും? 17. അപ്പൊ അതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 17. അത്രയേ ഉള്ളൂ ഉത്തരം. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 45 ആണെങ്കിൽ ശരാശരി കണ്ടുപിടിക്കുക. ആ ശരാശരി തന്നെയായിരിക്കും നടുക്കിലത്തെ നമ്പർ. നടുവിലുള്ള സംഖ്യ എന്തായിരിക്കും? തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 45 ആയാൽ അവയുടെ ശരാശരി എന്ന് പറയുന്നത് നടുവിലത്തെ സംഖ്യയായിരിക്കും. അപ്പൊ അപ്പുറം ഇപ്പുറം ഉള്ളത് കിട്ടും. അതിൽ വലിയ സംഖ്യ ചോദിച്ചാൽ 17, ചെറിയ സംഖ്യ ചോദിച്ചാൽ 13. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയിൽ ചോദിച്ച 20 മാത്സ് ആൻഡ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മാത്സ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ പറഞ്ഞാൽ മതി, നമുക്കത് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുമല്ലോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. താങ്ക് യു.